കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുഖം ആകെ മൊത്തത്തിൽ ഡള്ളായിരിക്കുകയാണ്. മുഖം മാത്രമല്ല, കൈ, കാല്, കഴുത്ത് ഇവയൊക്കെ നല്ല രീതിയിൽ ഡള്ളായിരിക്കുന്നുണ്ട്. ശരിക്കും എൻ്റെ സ്കിൻ ഇങ്ങനെയൊന്നും അല്ല, കുറേ കൂടെ ബ്യൂട്ടിഫുള്ളാണ്, കുറേ കൂടെ ഗ്ലോ ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ ഗ്ലോ ഒക്കെ തിരിച്ചു കൊണ്ടുവരാനും, സൺ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല പല സമയത്തും, അങ്ങനെ ഉണ്ടെങ്കിലും അതല്ല നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ആയി ഒരു ഡൾനെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. പിന്നെ സ്കിന്നിന് നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക്. ഒരു 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് അതിലും താഴെ പ്രായമുള്ളവർ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി. അതിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാം. ഭയങ്കര എളുപ്പത്തിലുള്ളതും നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. സോ നമ്മളൊരു പാമ്പറിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊരിക്കലും നമുക്ക് ദോഷം ചെയ്യാൻ പാടില്ലല്ലോ. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് മുഴുവനും കണ്ടു നോക്കണം. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വീഡിയോയിലോട്ട് പോകാം. അതോടൊപ്പം എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം. നന്നായിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മൾ സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് നല്ല രീതിയിൽ മുഖം ഒന്ന് കഴുകാം. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ്. 1 സ്പൂൺ കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും വെയിലേറ്റ കരിവാളിപ്പുണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമുക്ക് സ്കിന്നിന് പെട്ടെന്നൊരു ഗ്ലോ കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. സോ കടലമാവ് എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. കാര്യം അകാരണമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഡൾനെസ്സും അത് നമുക്ക് എന്താണെന്ന് പോലും റീസൺ അറിയില്ലല്ലോ, അതൊക്കെ കംപ്ലീറ്റ്ലി നീക്കം ചെയ്യാനായിട്ടും സ്കിന്നിന് ഒരു യങ് ഗ്ലോ, പെട്ടെന്നൊരു ഫ്രഷ്നെസ് ഒക്കെ തരാനായിട്ട് തൈര് ഹെൽപ്പ് ചെയ്യും. സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് തക്കാളിയുടെ നീര് വേണം. തക്കാളി ഞാനിതുപോലെ പകുതിയായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നീര് പിഴിഞ്ഞാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ വളരെ നീര് കുറഞ്ഞ തക്കാളിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരല്പം നീര് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നല്ല പഴുത്ത ജ്യൂസി ആയിട്ടുള്ള തക്കാളി എടുത്താൽ കുറച്ചും കൂടെ നീര് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി തക്കാളി അരച്ച് വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് 1 സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ നിങ്ങൾ ഏതാണോ മഞ്ഞൾ മുഖത്ത് യൂസ് ആക്കുന്നത് അതെടുത്തും യൂസ് ആക്കാം. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറയാം, നമ്മൾ കറിക്ക് എടുക്കുന്ന മഞ്ഞൾ എടുക്കരുത്. മുഖത്ത് യൂസ് ചെയ്യുന്ന കൊച്ചുകുട്ടികൾക്ക് യൂസ് ആക്കുന്ന മഞ്ഞളുണ്ടല്ലോ അതൊക്കെ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. മുഖത്ത് സ്കിന്നിന് പറ്റിയ ഐറ്റമാണത്. ഓക്കെ, ഇനി ഒട്ടും കയ്യിൽ മഞ്ഞളില്ല എന്നാണെങ്കിൽ ഒരല്പം നിങ്ങൾക്ക് കറിയിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം കേട്ടോ. അതിന് വലിയ ഗുണമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരല്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒരു പിഞ്ച് മാത്രം. ഇപ്പം ഞാനിവിടെ ഒരു 1/4 സ്പൂണോളം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാകുമ്പോൾ അധികം ടിൻറ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി അഥവാ നിങ്ങൾക്കിത് കട്ടിയായിട്ട് തോന്നുന്നുണ്ട്, കുറച്ചും കൂടെ ലൂസാക്കി എടുക്കണം എന്നാണെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. അതല്ല തൈര് തന്നെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ തക്കാളിയുടെ നീര് മാത്രമായിട്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. മിക്സിയിലിട്ട് തക്കാളി നന്നായിട്ട് ജ്യൂസ് ആക്കിയതിന് ശേഷം അത് മാത്രം വെച്ചിട്ട് യൂസ് ആക്കിയാൽ മതി. കാര്യം നമുക്ക് തൈര് സെറ്റാവാത്തവർ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പലർക്കും തൈര് സെറ്റാവത്തില്ല. ഓയിലി സ്കിൻകാർക്ക് പെട്ടെന്ന് മുഖക്കുരു വരും, ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്ന് പോർസൊക്കെ ക്ലോഗ് ആകുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൈര് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് തക്കാളിയുടെ നീര് കൂടുതൽ അരച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാടല്ല, ഇത് മിക്സ് ആക്കാനായിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിറയെ ജ്യൂസ് തക്കാളിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതായാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കടലമാവും അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യും. ഓവർ എ പീരീഡ് ഓഫ് ടൈം മുഖത്ത് എവിടെയെങ്കിലും വന്നു പോയിട്ടുള്ള പാടുകളൊക്കെ ഫെയ്ഡ് ആകുന്നതായിട്ട് മനസ്സിലാവും. ഉറപ്പായിട്ട് നമ്മൾ കുറച്ചധികം നാൾ യൂസ് ആക്കണം, എന്നാൽ മാത്രമേ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കറുത്ത പാടുകൾ മാഞ്ഞു പോകുകയുള്ളൂ. ഇത് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റണം. എന്നാലേ നമുക്ക് അത്രയും റിസൾട്ട് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനും മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചതിന് ശേഷം മുഖത്ത് ഇങ്ങനെ
ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. 10 മിനിറ്റോളം വച്ചിരിക്കണം. പക്ഷെ വച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. കുറച്ച് നേരം ഒന്ന് കിടക്കുക. അപ്പോൾ ഈ ഒരു സ്കിൻ സാഗ് ആവുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. നന്നായിട്ട് ഇങ്ങനെ താഴോട്ട് വരാണ്ട് ഈ ഒരു ഫേസ് പാക്കിൻ്റെ വെയിറ്റ് താഴോട്ട് വന്ന് നമ്മുടെ സ്കിൻ സാഗ് ആവാണ്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൈഡിലോട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് സ്കിന്ന് പെട്ടെന്ന് ഏജ് ആകുന്നതായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഏജിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളവർ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. സോ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം തലയൊന്ന് ചായച്ച് വെച്ചിട്ട് ചാരി കിടക്കുക, അല്ലെങ്കിൽ ബെഡിൽ കിടക്കുക. ബെഡിലെന്ന് പറയുമ്പോൾ നിങ്ങൾ തലവണിയിലൊന്നും ഇതൊന്നും ആക്കി വെക്കരുത്. ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമ്മൾ കിടത്തത്തില്ലേ, അനങ്ങാതെ കിടക്കണമല്ലോ കുറച്ച് നേരത്തേക്ക്, അതുപോലെ അങ്ങ് കിടന്നാൽ മതി. സോഫയിലൊക്കെ അങ്ങനെ കിടന്നാൽ മതി കേട്ടോ, ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു പ്രോ ടിപ്പാണ്. ഇത് നമ്മൾ ഫോളോ ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാവും. 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴുകി കളഞ്ഞാൽ മതി. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ സൺ ടാൻ അടിച്ചിട്ടുണ്ട്, മുഖം ആകെ മൊത്തം ഡള്ളായിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 7 ദിവസം എല്ലാ ദിവസവും യൂസ് ആക്കുക. വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ സ്കിൻ കെയർ ചെയ്യത്തില്ലേ, ആ ഒരു സമയത്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് നോർമലി എന്താണോ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് അത് ചെയ്താൽ മതി. ആദ്യത്തെ 7 ദിവസം മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഴ്ചയിൽ ഒരു 3-4 ദിവസമാക്കി ചുരുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 2-3 ദിവസമാക്കിയും ചുരുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഒരു ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ്, ഇതുവരെ നിങ്ങൾ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ആദ്യത്തെ ഒരു 7 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ ഒരു 3-4 ദിവസമാക്കി ചുരുക്കാം. ആദ്യത്തെ 7 ദിവസം എന്തിനാണ് കണ്ടിന്യൂസ് യൂസ് ആക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഡൾനെസ് ഒക്കെ പോയി സ്കിൻ പെട്ടെന്നൊന്ന് റിപ്പയറായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റം അറിയാനായിട്ട് പറ്റും. വെറും 7 ദിവസത്തിൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് തിളക്കം നമ്മുടെ സ്കിന്നിന് കിട്ടും. ഇതൊരിക്കലും വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്കിന്ന് ഡൾ ആൻഡ് ഡാമേജ് ആയിപ്പോയി, നിറത്തിലൊന്നും ഒരു കാര്യമില്ല, പക്ഷേ ഡള്ളായി പോയിട്ടുണ്ട്. അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കണം, ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് ഭയങ്കര പ്ലം സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാക്കി മാറ്റണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അത്രയും റിസൾട്ട് കിട്ടുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇൻഎക്സ്പെൻസീവ് ആണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് കുറേ ദിവസത്തേക്ക് വെച്ചിരിക്കരുത്. അപ്പം വേണ്ടത് അന്ന് മാത്രം പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ ഒരുപാട് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ആക്കരുത്. അത് ചീത്തയായി പോകും. അത് മാത്രമല്ല അത് നമുക്ക് ഒരു ഗുണവും തരത്തുമില്ല. ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ട് മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആകുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, തൈരിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് പെട്ടെന്നൊരു ഗ്ലോ വരും. കാര്യം നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും സ്കിൻ. അതുപോലെ തന്നെ സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. തക്കാളി ചേർത്തിട്ടുണ്ട് സൺ ടാനിന്. ഇതിലും ബെസ്റ്റായിട്ട് വേറെ ഒന്നുമില്ല. അത്രയും നന്നായിട്ട് സൺ ടാൻ മാറാൻ നമ്മുടെ തക്കാളിയും തൈരും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കിത് അവസാനം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ആക്കാം. സിറമൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, ടോണറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം യൂസ് ആക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഏത് ക്രീമാണോ നിങ്ങൾ അതിന് ശേഷം ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. നന്നായിട്ട് സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കാര്യം കടലമാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും, നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കും. ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ നമ്മൾ അലോവേര ജെല്ലും കൂടെ ഏറ്റവും അവസാനം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ റെജുവിനേറ്റ് ചെയ്യാനും മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കടലമാവ് യൂസ് ചെയ്തിട്ട് അങ്ങനെ വിടരുത്. ഒരു ഫേസ് പാക്കും യൂസ് ചെയ്തിട്ട് അങ്ങനെ വിടരുത് മുഖത്തിന്. അത് നമുക്ക് നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനം ഒരു മോയ്സ്ചറൈസർ എങ്കിലും, ബെയർ മിനിമം ഒരു മോയ്സ്ചറൈസർ എങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നവരൊക്കെ ആണെങ്കിലും കോളേജിലും ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും രാത്രി ഒരു 10 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ, 10 മുതൽ 15 മിനിറ്റ് വരെ സമയം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എത്ര തിരക്കുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെയും ടാറ്റ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.